മന്ത്രി വിഷ്ണുനാഥ് ഏതോ ഊടുവഴിയിൽ തപ്പിത്തടയുന്നു. ഇന്നലെ കേന്ദ്രവുമായി ചർച്ചയ്ക്കാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഡൽഹിയിലെത്തിയത്. അദ്ദേഹം കേരള ഹൗസിൽ തങ്ങിയപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട വിവരം അറിയുന്നത്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വിഷ്ണുനാഥ് ഓടിപ്പിടഞ്ഞ് ആ സ്ഥലത്തേക്ക് എത്തി, അതായത് സമരമുഖത്തേക്ക് എത്തി. ആ ഓടി വരുന്ന വഴി തന്നെ പോലീസ് എന്ത് ചെയ്തു? പോലീസ് വിഷ്ണുനാഥിനെ തള്ളി പോലീസിന്റെ ജീപ്പിലേക്ക് കയറ്റി. എന്താ ആരാ എന്നൊന്നും പോലീസുകാർക്ക് അറിയില്ലല്ലോ. ആരാണ്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇത് കേരളത്തിലെ മന്ത്രിയാണ്, ഒന്നും ചെയ്യരുത്. വിഷ്ണുനാഥ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ മന്ത്രിയാണെന്ന്. പക്ഷെ അവർക്ക് എന്ത് മന്ത്രി? അവര് പിടിച്ച് അകത്തേക്കിട്ടു. പിന്നീട് ഈ വണ്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വിഷ്ണുനാഥിന് എന്തു പറ്റി എന്നുള്ളതല്ലേ സ്വാഭാവികമായി നമുക്ക് ഉയരുന്ന ചോദ്യം. വിഷ്ണുനാഥിനെ ഇങ്ങനെ തള്ളിക്കയറ്റിയത്, പുള്ളി വന്ന വഴി അത് കണ്ടാൽ തോന്നുന്നു ഏതോ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കാൻ പോകുന്ന രീതിയിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷ്യങ്ങൾ കാണും. കാരണം ഒരു വലിയൊരു പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച് ഞാൻ ഒരു ധീര യോദ്ധാവായി ഇന്ത്യയുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു ധീര പോരാളിയായി ചരിത്രത്തിൽ ഞാൻ ഇടം പിടിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ആ വരവ് വന്നത്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ നടന്ന് അതിസ്പീഡിൽ വന്ന വിഷ്ണുനാഥിനെ അതേ സ്പീഡിൽ തന്നെ പോലീസ് ആ വണ്ടിയിലേക്ക് തള്ളിക്കയറ്റുകയായിരുന്നു. സമരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണോ? അതെ, സമരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അറിയിപ്പ് അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ തന്നെ കേരള ഹൗസിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു. ഇത് രാജ്യത്തിന്റെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇത് രാജ്യത്തെ ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളിയാണ്. സമരം ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ഇത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. നിങ്ങൾ കണ്ടില്ലേ, സമരം ചെയ്യാൻ അനുവദിക്കുന്നില്ല. സംസ്ഥാനത്തിലേക്കുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പക്ഷേ ഇത് പരാജയപ്പെടും. ഈ സർക്കാർ പരാജയപ്പെടും. ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുമ്പിൽ ഈ സർക്കാർ പരാജയപ്പെടും. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിനാകുന്ന കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണിത്. ഈ സമരത്തിൽ നമ്മൾ മുന്നോട്ട് പോകില്ല. ഈ സർക്കാരിന് മുട്ടുമടങ്ങേണ്ടി വരും. പിന്നീട് വിഷ്ണുനാഥിന് എന്ത് സംഭവിച്ചു? അത് അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. ഈ വണ്ടിയുമായി പോലീസുകാർ ഇങ്ങനെ കൊണ്ടുപോയി, ഡൽഹിയിലെ ഊടുവഴികൾ കൂടി ഇങ്ങനെ കൊണ്ടുപോയി. വിഷ്ണുനാഥിന് ആ ഊടുവഴികളൊന്നും യാതൊരു പരിചയമില്ല. അങ്ങനെ വിഷ്ണുനാഥിനൊപ്പം ഉണ്ടായിരുന്ന 2-3 പേരുണ്ടായിരുന്നു. ഇവരെ ഡൽഹിയിലൊരു പ്രാന്തപ്രദേശത്ത്, അങ്ങനെ ഉൾക്കാട്ടിൽ എവിടെയോ, ഉൾസ്ഥലത്ത് എവിടെയോ ഉള്ള ഒരു ഊടുവഴിയിൽ ഇറക്കിയിട്ടിട്ട് പോലീസുകാരുടെ പാട്ടിന് പോയി. അതോടുകൂടി വിഷ്ണുനാഥും കൂടെയുള്ളവരും വഴി അറിയാൻ വയ്യാതെ തപ്പിത്തടഞ്ഞു. ഇത് എവിടെയാണ്, ഇതെങ്ങനെയാണ്, എങ്ങനെ തിരിച്ചു പോകണം എന്നറിയാൻ വയ്യാതെ അവിടെ കിടന്ന് തപ്പിത്തടഞ്ഞു. എന്നിട്ട് ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് വഴി കണ്ടുപിടിച്ച് പഴയ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ വിഷ്ണുനാഥ് ഇന്നലെ അനുഭവിച്ചതുപോലെ ലോകത്തൊരാൾക്കും സംഭവിക്കരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന വിഷ്ണുനാഥിനെ കയ്യോടെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഡൽഹിയിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ കൊണ്ടുപോയി വിട്ടു. ഏതോ വിഷ്ണുനാഥിന് മാത്രമല്ല പോലീസുകാർക്ക് പോലും ഒരു പക്ഷേ ആ സ്ഥലം ഏതാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ ഒരു വലിയ പ്രധാനപ്പെട്ട മന്ത്രിയെ, സാംസ്കാരിക മന്ത്രിയെ കൊണ്ടുപോയി വിട്ടു. വലിയൊരു ധീര യോദ്ധാവായി മാറാൻ വേണ്ടി ആ സമരമുഖത്തേക്ക് എടുത്തു ചാടാൻ വന്ന വിഷ്ണുനാഥിന് പറ്റിയ അമളി ലോകത്താർക്കും, ശത്രുക്കൾക്ക് പോലും വരരുത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം നരകിച്ചാണ് തപ്പിത്തടഞ്ഞ് വിഷ്ണുനാഥ് തിരിച്ചു വന്നത്. അത് അദ്ദേഹം തന്നെ പറയും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോകുമോ? അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. വിഷ്ണുനാഥ് മാത്രം പറയട്ടെ എന്താണ് പിന്നെ സംഭവിച്ചത് എന്നുള്ള കാര്യം. ഞാൻ ഇന്നലെ രാവിലെ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻകൂട്ടി ലഭിച്ച അപ്പോയിൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് ഔദ്യോഗിക
മീറ്റിങ്ങുകളുടെ ഭാഗമായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കേരള ഹൗസിൽ നിൽക്കുന്ന സമയത്താണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശ്രീ കെ സി വേണുഗോപാലും മറ്റ് എം പിമാരും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അടക്കം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടെ സമരമിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. എന്നാൽ എനിക്ക് അവിടെ ആ ആദ്യഘട്ടത്തിൽ സമര സ്ഥലത്ത് അടുത്തെത്തുമ്പോഴേക്കും തന്നെ എന്നെ പോലീസ് വളഞ്ഞ് ഇല്ല, എനിക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടും അനുവദിക്കാതെ അവർ ആദ്യവട്ടം കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളെ കുറച്ച് 5-6 പേരുണ്ടായിരുന്നു. അതിനകത്ത് 1-2 എം പിമാരും പിന്നെ വേറെ 2-3 നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അല്ലാതെ കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും കൂടെ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ വണ്ടി നിർത്തി, പോലീസ് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ആ സ്ഥലത്തുനിന്ന് ആളുകൾ കൂടുന്നത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എന്നാണ് പിന്നെ മനസ്സിലായി. അതായത് കുറച്ച് ആൾക്കാർ ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നേതാക്കന്മാർ അവിടെ ഇരുന്ന് കഴിഞ്ഞു. അങ്ങനെ ഞാൻ അതിനകത്ത് സൗണ്ട് ഇതവരത്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ മന്ത്രിയാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർ മാനിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിനോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടല്ലോ രാഹുൽ ഗാന്ധിയോട്. അപ്പോൾ പിന്നെ സ്വാഭാവികമാണ്. കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു എല്ലാവരും പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. വന്ന് പിന്നീട് സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നു. 2-3-4 മണിക്കൂറോളം ആ സമരത്തിൻ്റെ ഭാഗമായിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് വന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞു, രാജിവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാൻ കുട്ടികൾക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കണം. പിന്നെ ഇവിടുന്ന് പെട്ടെന്നാണല്ലോ സഡനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ കേന്ദ്രസേന, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദില്ലി പോലീസ് എല്ലാവരും കൂടെ വന്ന് മുഴുവൻ ആളുകളെയും റിമൂവ് ചെയ്യാൻ ബലം പ്രയോഗിച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി അടക്കം ബലം പ്രയോഗിച്ച് വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ നമ്മളെല്ലാം അവിടുന്ന് ഈ പറഞ്ഞ ഛത്രസാൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി അവിടെ ഡീറ്റെയിൻ ചെയ്തു. അവിടെയും മണിക്കൂറുകൾ അവിടെ വെച്ചിരുന്നു. രാത്രി വൈകിയപ്പോൾ ഡിറ്റൻഷൻ അവസാനിച്ചു. അവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ഇടുകയായിരുന്നു. അവിടെ പിന്നീട് അഖിലേഷ് യാദവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴേക്കും വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ സാധ്യതയുണ്ടായി. പക്ഷേ എല്ലാ നേതാക്കന്മാരും സംയോജിതമായി ഇടപെടലുകൾ നടത്തിയിട്ടാണ് സംഘർഷം ഒഴിവാക്കി. പിന്നെ അവിടെ നിന്ന് എല്ലാവരും i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.